ദുരന്തർ സിനിമയിൽ മാധവൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കാർ തന്നെയാണെന്ന്. അതായത് ഇന്ത്യക്കാരുടെ മാനം കെടുത്താൻ പുറത്തെ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല, അതിന് ഞങ്ങൾ തന്നെ ഉണ്ട്. ഇത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മൾ. അറിയാലോ, ഡൽഹിയിൽ ഇമ്പാക്റ്റ് സമ്മിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി എയിൽ കുറച്ച് പുറകോട്ടാണ്. വലിയ ഇന്നോവേഷൻസ് ഒന്നും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇപ്പോഴാണ് ഡാറ്റാ സെൻറ്റേഴ്സിന് ടാക്സ് 20 കൊല്ലത്തേക്ക് കുറച്ചിട്ട് 20 കൊല്ലത്തേക്ക് ടാക്സ് ഇല്ല, ആർക്ക് വേണമെങ്കിൽ ഡാറ്റാ സെൻറ്റർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കാര്യമാണ്. ഒരുപാട് വേൾഡ് ലീഡേഴ്സ് വന്നിട്ടുണ്ട്, മാക്രോൺ വന്നിട്ടുണ്ട്, സാം ഓൾട്ട്മാൻ വരുന്നുണ്ട്, ആന്ത്രോപിക്കിൻ്റെ ആൾ വരുന്നുണ്ട്, സുന്ദർ പിച്ചെ വന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു സൈഡ്. അപ്പോഴാണ് ഇവർ വേറൊരു കാര്യം സംഭവിക്കുന്നത്. കുറേ ടീംസ് സ്റ്റോൾ ഇട്ടുണ്ട്, സ്റ്റാർട്ടപ്പുകാരും കുറേ യൂണിവേഴ്സിറ്റിക്കാരും ഈ അഡ്മിഷൻസിനൊക്കെ വേണ്ടിയിട്ടും. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, നോയിഡ UP ബേസ്ഡ് ആണ്. ഈ അമിറ്റി ലവ്ലിയൊക്കെ പോലത്തെ ആണെന്ന് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റോളിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തതാണ്. അപ്പോൾ അവർ കാര്യമായിട്ട് ഈ അമ്മച്ചി പറയാണ്, ഞങ്ങൾ 300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എഐക്ക് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അവരുണ്ടാക്കിയ ഒരു റോബോട്ടിക് ഡോഗാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോഗിനെ പരിചയപ്പെടുത്തുന്നു, ഒറയൻ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് വന്നിട്ട് വലിയ കാര്യത്തിൽ പറയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇത് ആക്ച്വലി യൂണിട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് കമ്പനിയുടെ Geo 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇത് പണ്ടേ ഇറങ്ങിയ മോഡലാണ്. ഇതിപ്പോൾ അതിനെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പറയുകയാണ്. അതിനെ മന്ത്രി റീപോസ്റ്റും ചെയ്തു, അതിനൊരു കമ്മ്യൂണിറ്റി നോട്ട് അടിച്ച് കിട്ടി. ഇത് ഇന്ത്യനൊന്നും അല്ല, ഇത് ചൈനീസാണ് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി നോട്ട് വരെ കിട്ടി. ഈ പോസ്റ്റ് ഇപ്പോൾ ഇല്ലാതെ ഡിലീറ്റ് ചെയ്തു തോന്നുന്നു. ഒരു അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും. അതുപോട്ടെ, വീണ്ടും ഇതേ അമ്മച്ചി ഇതേ ഇൻ്റർവ്യൂവിൽ വേറെ സോക്കർ ഡ്രോണിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് എൻഡ് ടു എൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് പറയുന്നത്, ഈ ഡ്രോൺ വെച്ചിട്ട്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന വേറൊരു കമ്പനിയുടെ ഡ്രോണാണ്. അതുപോലും ഇവർക്ക് അറിയില്ലത്, ആ കമ്പനിയുടെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മീഡിയക്കാരും കാണുന്ന പരിപാടിയില്ല. ഇൻ്റർനാഷണൽ ആൾക്കാരൊക്കെ കണ്ടു, കുറേ ഈ ചൈനക്കാരൊക്കെ വന്ന് ഇതെന്താ ഇത്, ഇപ്പോൾ ഇവരെന്താ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അവരവസാനം ഒരു മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങളാണ് ഉണ്ടാക്കിയെന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അതിൽ പറയുന്നില്ല. ഫുൾ വീഡിയോ കണ്ട അതിലവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊത്തത്തിൽ മാനക്കേടുമായി ഈ ഒരു ചീത്തപ്പേരൊക്കെ ആയ സ്ഥിതിക്ക് ഇവരുടെ ആ സ്റ്റോളില്ലേ, ആ സ്റ്റോളിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തു, കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തു, അവരുടെ അടുത്ത് പോകാൻ പറഞ്ഞു. ആ ഒരു സീനാണ് കാണുന്നത്. മെല്ലെ നൈസായിട്ട് പോയിട്ട് അത് നിർത്തിക്കോ, അതില്ല, കറണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തു.